എല്ലാവർക്കും ആളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഈയിടെ എല്ലാവരും ടെൻഷനായിട്ടിരിക്കുന്നത് കൊറോണ വൈറസിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ടെൻഷനായിട്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 2 കാര്യങ്ങളാണ് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്കറിയേണ്ട ഒരു കാര്യം, മെയിൻലി ഈ കൊറോണ വൈറസ് സ്പ്രെഡാവുന്നത് കമ്മ്യൂണിറ്റി സ്പ്രെഡാണ്. അതായത് നമ്മൾ ഈ വൈറസ് ഉള്ള സ്ഥലങ്ങൾ ടച്ച് ചെയ്തിട്ട് ആ കൈ കൊണ്ട് നമ്മുടെ മുഖത്തോ കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ ചെവിയിലൊക്കെ തൊടുകയാണെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ വൈറസ് സ്പ്രെഡ് ആവുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അല്ലേ? ദിവസവും ഓഫീസിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്, അല്ലാതെ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ക്ലെൻലിനെസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് സോപ്പൊക്കെ കൊണ്ട് എപ്പോഴും നമുക്ക് കഴുകാനൊന്നും ഉള്ള സൗകര്യം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഹാൻഡ് സാനിറ്റൈസേഴ്സ് ആണ്. പക്ഷേ ഈ കടയിലൊക്കെ പോകുമ്പോൾ ഈ ഹാൻഡ് സാനിറ്റൈസർ എവിടെയും കിട്ടാനില്ല എന്നാണ് അറിയുന്നത്. പിന്നെ ആമസോണിലും ചിലപ്പോൾ കിട്ടുന്നില്ല, ചില സ്ഥലത്ത് ഇത് വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് വീട്ടിലുണ്ടാക്കിക്കൂടാ? അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ ഈ ഹാൻഡ് സാനിറ്റൈസർ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് ക്ലെൻലിനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഹാൻഡ് സാനിറ്റൈസർ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും പിന്നെ ആലോവേറ ജെല്ലും. ഈ ആലോവേറ ജെല്ല് പ്യുവർ ആലോവേറ ജെല്ലാണെങ്കിൽ നല്ലതാണ്. ഇൻഗ്രീഡിയൻസ് നോട്ട് ഡൗൺ ചെയ്യണം, അതിൻ്റെ മെഷർമെൻറ്റും നോക്കണം. ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ഓപ്ഷണലാണ്. എംറ്റി ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു മെഷറിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ആലോവേറ ജെല്ലും എടുത്തിട്ടുണ്ട്, പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മിക്സർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബൗളും എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാൻ നമുക്കിനി തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് എംറ്റി ബോട്ടിൽസ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഞാൻ ഇതുപോലെ മേടിച്ചതാണ് കേട്ടോ. ഇനി 1/4 കപ്പ് അലോവേറ ജെല്ല് എടുക്കുകയാണ്. അത് ഈ മെഷറിംഗ് ബൗളിലേക്ക് എടുക്കുകയാണ്. അത് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. കാരണം 99% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കടയിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി അലോവേറ ജെല്ല് ഈ ബൗളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അലോവേറ ജെൽ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ 9 ടൈംസ് ആണ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ഏകദേശം 2.25 കപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ 99% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ നമുക്ക് കിട്ടിയേനെ. പക്ഷെ അതിവിടെ കടയിൽ തീർന്നു പോയി, അതുകൊണ്ട് എനിക്ക് 70% വെച്ചിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തത് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ഹാൻഡ് സാനിറ്റൈസേഴ്സും ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ചെറിയ കുപ്പിയാണ്, അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. എന്നിട്ട് നമ്മളിത് കയ്യിലേക്ക് 6 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 2 കയ്യിലേക്കും സ്പ്രെഡ് ചെയ്ത് നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ നല്ലോണം ഒന്ന് റബ്ബ് ചെയ്യുക. കൈയിൻ്റെ പാമ്പിൻ്റെ 2 ഭാഗത്തും വിരലിൻ്റെ ഇടയിലും എല്ലാ സ്ഥലത്തും ഈ സാനിറ്റൈസർ സ്പ്രെഡ് ആക്കാൻ നോക്കുക. അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് ക്ലീൻ ആവുള്ളൂ.
ഇതുപോലെ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാം. ഇത് കൂടാണ്ട് കൈ കഴുകുമ്പോൾ നമ്മൾ ഒരു 20 സെക്കൻഡ് എടുത്തിട്ടാണ് നമ്മൾ കൈ സോപ്പിട്ട് കഴുകേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൈ ആദ്യം ഒന്ന് കഴുകുക, എന്നിട്ട് സോപ്പ് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമ്മുടെ നഖത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ വിരലുകളുടെ ഇടയിൽ, തമ്പിൻ്റെ അടിയിൽ, എല്ലാ സ്ഥലത്തും നല്ലോണം ഈ സോപ്പിട്ട് ഒരു 20 സെക്കൻഡോളം സമയമെടുത്ത് തന്നെയാണ് ഈ സോപ്പ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനിവിടെ തമാശയ്ക്ക് പറയുന്നതാണ്, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു, അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുക. അത്രയും സമയം നമ്മൾ കൈ ഇതുപോലെ നല്ലോണം സോപ്പൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊറോണ വൈറസിനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. ആൻഡ് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.